ഗായ്സ്, പുതിയ വീഡിയോ ആയിട്ട് വന്നുള്ളത് ഇക്കയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങണ്ടേ. ഇക്ക എപ്പോഴും നമുക്കല്ലേ വാങ്ങിച്ചു തരുന്നത്, അപ്പോൾ തിരിച്ചും അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഇന്ന് വേറെ എങ്ങോട്ടും അല്ല പോണത്, ഡെൽമ മാളിക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഡെൽമ മാളിക്ക് ഞാനും വാപ്പയും ഉമ്മയും പിന്നെ ഞങ്ങൾ കുട്ടിച്ചെലുമായിട്ടാട്ടോ പോണത്. ഡെൽമ മാളി വന്നിട്ടുണ്ടെങ്കിൽ മിക്ക ഷോപ്സും ഉണ്ട്. നമുക്ക് H&M, മാക്സ്, സെൻട്രൽ പോയിൻ്റ്, RMB, റെഡ് ടാഗ്, ഏത് ഷോപ്പ് വേണമെങ്കിലും അവിടെ ഉണ്ടാവും കേട്ടോ. 2XL എന്നാണ് അതിന് പറയുക മാളിന്. അത്യാവശ്യം നടക്കാനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചു മാക്സും സെൻട്രൽ പോയിൻ്റൊക്കെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള മാളിലുണ്ട്. H&M മെൻസ് ഞങ്ങളവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു H&M പോയി നോക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ H&M എന്താ പറയുക, വലിയ ഓഫറൊന്നുമില്ല. എന്നാലും ഞാൻ ഒരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ബനിയനും വാങ്ങിച്ചു കേട്ടോ. കിട്ടിയത് അതാണ്, അതെടുത്ത് പോന്നു. പിന്നെ മോൾക്കൊരു ലെഗിൻസ് എടുക്കണമെന്നുണ്ടായിരുന്നു. ആളുടെ ലെഗിൻസ്, ആൾ കളിക്കാൻ പാർക്കിലൊക്കെ പോകുമ്പോൾ ലെഗിൻസിൻ്റെ ആവശ്യം കൂടുതലാണ്. അപ്പോൾ വിചാരിച്ചു കുറച്ച് ലെഗിൻസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ എടുത്തു. അത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് മാക്സിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആളൊരു ബോയ്സിൻ്റെ ഷർട്ടും ട്രൗസറും കയ്യിൽ പിടിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ അത് അവിടെ ഇട്ട് പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ നോക്കി തുടങ്ങി കേട്ടോ. ആൾക്കിപ്പോൾ സ്ട്രോളറിൽ ഇരിക്കാൻ തീരെ ഇഷ്ടമല്ല. കാരണം ആൾക്ക് ഇങ്ങനെ നടക്കണം, ഇങ്ങനെ ഓരോന്നോരോന്ന് തപ്പിത്തടഞ്ഞ് ഇങ്ങനെ നടക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് ഞങ്ങൾ വിചാരിച്ചു ഐക്കയിൽ പോയിട്ട് ഒരു ഐസ്ക്രീമും കോഫിയൊക്കെ കഴിക്കാമെന്ന്. ഞങ്ങൾ മിക്കതും ഐക്യ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു കോഫിയും ഐസ്ക്രീമും ഒരു ഷവർമയും കഴിച്ചിട്ട് തന്നെ പോരാറുള്ളൂ. അങ്ങനെ ഇവിടെ ഞങ്ങളൊരു കോഫി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്കീസ് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഷവർമ കണ്ടില്ലേ, ഗ്രില്ല് ചെയ്യാൻ വെച്ചേക്കെ. അങ്ങനെ നല്ലൊരു അടിപൊളി ഷവർമയായിരുന്നു കേട്ടോ. 2 വാങ്ങിച്ചുള്ളൂ, 1 പാർസലും ഇക്കാക്ക് വേണ്ടിയിട്ട്. ഞാൻ വിചാരിക്കും ഇക്കാട് ഞാനിപ്പോൾ എന്ത് പറയും, എന്തിനിപ്പോൾ ഡെൽമ മാളിൽ പോയി നിൽക്കുക ചോദിക്കും. ഇക്കാടെ ഞങ്ങൾ ലുലു പോയെന്നാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ഓർഡർ കൊടുത്തതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 4 ഐസ്ക്രീം പറഞ്ഞത് ഞാൻ ഒരു 5 പറഞ്ഞിട്ടുണ്ട്. 1 പ്ലെയിൻ കോണും പിന്നെ ഐസ്ക്രീം ഇല്ലാത്തൊരു കോണ് അത് മോൾക്ക്. പക്ഷേ 4 ഐസ്ക്രീമുള്ള കോണും ഒരു പ്ലെയിൻ കോണുമാണ് കേട്ടോ കിട്ടിയിരുന്നത്. അപ്പോൾ ഉമ്മ ഒരു ഐസ്ക്രീം കൊതി ചെയ്യാൻ ഉമ്മ 2 തിന്നു, ഞാൻ വാപ്പ ഓരോന്ന് തിന്നു കേട്ടോ. അതിന് അമ്മിക്കൊരു ഷവർമ പാർസലും വാങ്ങിച്ച് ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ. ലുലു കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര നേരം വൈകി. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല, ആകെ ഷർട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇഷലിനൊരു പാൻറ്റും. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഇനി ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് നാളേക്ക് തീരെ മുട്ടല്ല. മുട്ട ഞങ്ങൾ മെയിൻ കാര്യമാണ്. രാവിലെ എന്തായാലും ഒരു 8 മുട്ടൊക്കെ ഞങ്ങൾ പുഴുങ്ങും. ഒരാൾക്ക് 2 ഡിഷാണ്. പിന്നെ ഞങ്ങൾ ബർത്ത്ഡേ കേക്ക് ഓർഡർ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വട്ടം ഞാൻ ഓൺലൈൻ തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ന്യൂണിൽ ഫുഡ് ഡെലിവറി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്തൊരു കേക്ക് ഗാലറി ഉണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും കേക്ക് ഗാലറിയുടെ കാട്ടി ഇഷ്ടം എനിക്ക് ഒക്കേഷൻസ് തന്നെയാണ് കേട്ടോ. അടുത്ത കേക്ക് ഭയങ്കര സോഫ്റ്റാണ്. അങ്ങനെ ഒരു ഫ്രൂട്ട്സ് കേക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മാത്രം ഇറങ്ങിയുള്ളൂ കേട്ടോ. ലുലുവിലല്ല പോയത്, കോപ്പിക്കാണ് പോയിട്ടോ, അബുദാബി കോപ്പി ബനിയാസിലുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് ഞാനൊരു മുട്ടയും ഒരു പഴവും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വട്ടം ഫ്രൂട്ട്സ് കേക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു കേട്ടോ ഇക്കാക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റ്. ഒരു സ്പ്രേ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ടീഷർട്ട്, ഒരു ഷർട്ട്, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ്, പിന്നെ കുറച്ചുകൂടെ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടായിരുന്നു. എൻ്റെ ബഡ്ജറ്റ് അങ്ങനെ തേനില്ല. അങ്ങനെ 12 മണിയൊക്കെ ആയപ്പോൾ ഇക്കാനെ വിളിച്ചു, ഇക്കാനെ വിഷ് ചെയ്തു, കേക്കൊക്കെ മുറിച്ചു, പാപ്പാക്കും ഉമ്മക്കൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ എൻ്റെയും പാപ്പാടെയും ഉമ്മയുടെയും ഗിഫ്റ്റൊക്കെ ഒന്ന് കൊടുത്തു. സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ 4 ആൾ മാത്രമായിട്ടുള്ളൊരു കുട്ടി സെലിബ്രേഷൻ. അപ്പോൾ അമ്മയ്ക്ക് ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നു കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നാലേ എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഒരു ത്വര വരുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസ് കാണുമ്പോഴേക്കും ബൈ.